നമ്മൾ ഈ ഇലക്ഷനൊക്കെ എടുക്കാറായല്ലോ. നമ്മളിപ്പോൾ തുടർഭരണം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ മറ്റൊരു മുന്നണി വരണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ജനങ്ങൾക്ക് വിട്ടു തരാണ്. കാരണം ജനങ്ങളാണ്, നമ്മൾ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ പ്രബുദ്ധമായ ജനാധിപത്യ സമൂഹമാണ് അതിനെല്ലാം തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, അതായത് 10 വർഷം ഒരു ഗവൺമെൻറ് ഭരിച്ചു, നല്ലൊരു ഭരണമാണെങ്കിൽ അവർ തുടർന്നും ഭരിക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഇഷ്യൂ എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഒരു 2012 ഞാൻ SSLC എക്സാം എഴുതുന്നത്. ഓക്കെ, അബ്ദുറബായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ സ്റ്റേറ്റ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത്, ആ മിനിസ്റ്റർ കാലത്ത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് പോലും മര്യാദയ്ക്ക് കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു അധ്യയന വർഷം കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടുകയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൃത്യമായ വൈദ്യുതി അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ആയിരുന്നു. ഇന്നൊക്കെ ഞാൻ വീട്ടിൽ പോയാലും ഞാൻ വിചാരിക്കാറുണ്ട്, കറണ്ട് കട്ടിങ് ഞാൻ കണ്ട കാലം മറന്നുപോയി. അതൊക്കെ എന്നായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്നാണ് എൻ്റെ വീട്ടിലൊക്കെ ലാസ്റ്റ് കറണ്ട് പോയിരുന്നത് ഞാൻ ഓർക്കുകയാണ്. കൊച്ചിയിലാണെങ്കിൽ പോലും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോഴോ മറ്റോ കറണ്ട് പോകുക എന്നല്ലാതെ, അതും നമുക്ക് ഇൻവെർട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എങ്കിലും നമുക്ക് നോട്ടീസൊക്കെ വരുമല്ലോ, അങ്ങനെ കറണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അതും ആ ഒരു ഫ്ലാറ്റിൻ്റെ വർക്ക് എന്നല്ലാതെ ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ ഒരു കറണ്ട് പോക്കൊന്നും ഞാൻ കാണാറ് പോലുമില്ല. കറണ്ടൊക്കെ പോയ നാളുകൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മാത്രമല്ല, നമ്മളതും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, അല്ലേ, നമ്മുടെ എല്ലാ റോഡുകൾ പിരിങ്ങാലക്കുടയിൽ ഞാൻ നോക്കുമ്പം റോഡുകളൊക്കെ 35 കൊല്ലത്തേക്ക് ഇങ്ങനെ ടാർ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അമ്മാതിരി റോഡുകളാണ് വരുന്നത്. ആൻഡ് എനിക്കിപ്പോൾ എറണാകുളത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റേ കൊടുങ്ങല്ലൂർ NH അത് 6 വരിപാതയാക്കാൻ പോവുകയാണ്. അത് എനിക്കൊന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് വേണ്ടെന്ന് ഉപേക്ഷിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാവുന്നത്. മറ്റെല്ലാ രീതിയിലും എത്ര ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നല്ല ഗവൺമെൻറ് ആണെങ്കിൽ തുടർഭരണം ഉണ്ടായി എന്താണ് പ്രശ്നം? വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ മരിച്ചതിന് ശേഷം അയാൾ പുണ്യാളനായിരുന്നു, വിശുദ്ധനായിരുന്നു, അതൊക്കെ കാശുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ്. ചിലപ്പോൾ ആ പള്ളിയിലോട്ട് ആൾക്കാർ വരാനോ പള്ളി അറിയാനൊക്കെ ആയിട്ട് സഭകൾക്കൊക്കെ, ചില സഭകൾക്ക് അങ്ങനെ ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കാം. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ഡ്യൂട്ടി നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ മരിച്ചതിന് ശേഷം പുണ്യാളനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നല്ല രീതിയിൽ ഭരിച്ച സമയത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നതാണ്. അല്ലാതെ മരണശേഷം വാഴ്ത്തിപ്പാടിട്ടൊന്നും കാര്യമില്ല. സോ